അഡ്വക്കേറ്റ് ശ്യാം, ഇവിടെ രജനീഷ് സുനിത്താൻ ഉന്നയിച്ച പല വിഷയങ്ങളുണ്ട്. അവിടെ കൃത്യമായി CPM ക്രിമിനലുകളെ പിന്തുണയ്ക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഡ്വക്കേറ്റ് കെ ശ്രീകാന്തും പറഞ്ഞു വെച്ചത് അതാണ്. ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പരമാവധി വളർത്തുക, പരമാവധി പ്രതിരോധത്തിലേക്ക് കൊണ്ടുവരിക. ഈ പറഞ്ഞ ആരോടൊക്കെ വൈരാഗ്യമുണ്ടോ അവരോടൊക്കെ ഈ ആളുകളെ ആയുധമാക്കി ഉപയോഗിച്ച് അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുക, തകർക്കുക, അവസാനം പിടിക്കപ്പെടുമ്പോൾ തള്ളിപ്പറയുക. ഇത് നിങ്ങളുടെ സമൂഹ മാധ്യമത്തിൽ നിങ്ങളുടെ സൈബർ ആളുകൾ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രജനീഷ് സുനിത്താൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അർജുൻ ആയങ്കിയെ പിടികൂടിയപ്പോൾ ഇതേപോലെയാണ് എല്ലാവരെയും പാർട്ടി തള്ളിപ്പറയുന്നത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഔദ്യോഗിക വിഭാഗമല്ല, പാർട്ടിയിൽപ്പെട്ട ചിലർ അത്തരത്തിൽ കരുതുന്നുണ്ട്. അഡ്വക്കേറ്റ് ശ്യാം, ഇവിടെ രജിൻ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷം അവതാരകനും BJPയുടെ ബഹുമാന്യായ പ്രതിനിധി ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. വളരെ പെട്ടെന്ന്. അദ്ദേഹം ദുരന്തമുഖത്ത് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് വലിയ ഇടപെടൽ നടത്തിയിരുന്നു, ഞങ്ങൾ ദുരന്തമുഖത്ത് നിന്ന് പിരിച്ച പൈസ എവിടെ പോയി എന്നൊക്കെയാണ് ചോദിച്ചത്. ഞങ്ങൾ പിരിച്ച പൈസ പൈസ കുറയാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെയും ഹോട്ടൽ റൂമിൻ്റെ ബില്ലിന് ചിലവാക്കിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. യൂത്ത് കോൺഗ്രസ് ചെയ്തതുപോലെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ഫണ്ടിനെ പറ്റി അപ്പോഴും മിണ്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ആശ്ചര്യം. 88 ലക്ഷം രൂപ പിരിച്ചെന്ന് രാജിവെച്ച ഒഴിഞ്ഞ ഇവരുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് നേരത്തെ പറഞ്ഞതാണ്. ആ 88 ലക്ഷം രൂപയുടെ കണക്ക് പോലും ഇല്ല. DYFI ഒരു സംസ്ഥാനത്ത് നിന്ന് 20 കോടി രൂപ കളക്ട് ചെയ്തെടുത്തപ്പോഴാണ് താങ്കൾ സംസാരിക്കുമ്പോൾ ഇടപെടുകയല്ല. 88 ലക്ഷം രൂപ KPCC പ്രോഗ്രാമിൽ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മന്ത്രിയായിട്ടുള്ള OJ ദിനേശ് കൊടുക്കുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ താങ്കൾ ശ്രവിക്കാത്തതുകൊണ്ടാണ്. ദേശാഭിമാനി പത്രവും കൈരളിയും മാറ്റി ഏതെങ്കിലും ചാനലുകൾ കണ്ടാൽ താങ്കൾക്ക് അറിയാൻ പറ്റും. DYFI ഈ സംസ്ഥാനത്ത് നിന്ന് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റീസൈക്കിൾ കേരളയിലൂടെയും മറ്റ് വിവിധ ക്യാമ്പയിനുകളിലൂടെയും പിരിച്ചെടുത്ത തുക 20 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് അടച്ചു. യൂത്ത് കോൺഗ്രസ് പോലൊരു സംഘടനയ്ക്ക് അവർ പറയുന്നത് 88 ലക്ഷം രൂപയെ ഞങ്ങൾക്ക് പിരിക്കാൻ കഴിഞ്ഞുള്ളൂ, മതി. ഇപ്പോഴും അത് KPCC ഓഫീസിലെ കണക്ക് പുസ്തകത്തിനടിയിൽ വിശ്രമിക്കുകയാണ്. ആ തുകയിൽ 1 രൂപ എടുത്ത് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടി ചിലവാക്കിയിട്ടില്ല. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വലിയ സമ്മാനം നൽകി. എന്താണെന്ന് അറിയണ്ടേ? ഭിത്തിയിൽ തൂക്കാനുള്ള കലണ്ടർ, ഭിത്തിയിൽ തൂക്കാനുള്ള കലണ്ടറാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗമായിട്ടുള്ള സഹായമായി ചെയ്തത്. ഞാൻ രജിനെ വളരെ കുറച്ച് സമയമുള്ളൂ. ഇനി രജിൻ പറഞ്ഞതിന് മറുപടി പറയണ്ടേ? രജിൻ പറഞ്ഞതിന് മറുപടി പറയണ്ടേ? രജിൻ പറഞ്ഞതിന് മറുപടി പറയണ്ടേ? രജനെ മറുപടി പറഞ്ഞോളൂ. ആ സഹായം ചെയ്തതിന് എന്ത് സഹായമാണ്? കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടതല്ലേ? വയനാട്ടിൽ ആന ഇറങ്ങുന്ന സ്ഥലം കുറ്റിയടിക്കാതെ ഇന്നും വിശ്രമിക്കുകയാണ്. കുറ്റിയടിക്കാതെ ഒരു വീടിന് തറക്കല്ലിടാതെ കുറ്റിയടിക്കാതെ ഇന്നും വയനാട്ടിൽ ആന ഇറങ്ങുന്ന സ്ഥലത്ത് നിങ്ങൾ ഉയരുവാൻ പോകുന്ന വീടുകളുടെ മേനി പറയുകയാണ്. ഉയരുവാൻ പോകുന്ന വീടുകളുടെ മേനി പറയുകയാണ് നിങ്ങൾ. ഇതുവരെ ഒരു തറക്കല്ലിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ആന ഇറങ്ങുന്ന ഒരു കാട്ടിനകത്ത് കുറച്ച് സ്ഥലം മേടിച്ച് ആ സ്ഥലത്തെ കാണിച്ച് നിങ്ങൾ കേരളത്തിന്റെ ജനതയാകെ പറ്റിച്ചിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ദുരന്തമുഖത്ത് നിങ്ങൾ ഇടപെട്ടു എന്ന് പറഞ്ഞു, രാഷ്ട്രീയം പറയില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ നേതാക്കളാണ്, നിങ്ങളുടെ മുന്നണിയുടെ നേതാക്കളാണ്. കഴുത്തറ്റം വെള്ളം മുങ്ങി നിൽക്കുമ്പോഴും ഞങ്ങൾ രാഷ്ട്രീയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. വൈകാരികമായിട്ടായിരുന്നു പ്രതികരണം, വളരെ വൈകാരികമായി. ദുരന്ത സമയത്തെല്ലാം നിങ്ങൾ പ്രതികരണം നടത്തി, നിങ്ങൾ രാഷ്ട്രീയ പ്രതികരണം നടത്തി. നിങ്ങൾ ഇവിടുത്തെ സാലറി ചലഞ്ച് പോലെയുള്ള ഈ നാട് ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ഗവൺമെന്റ് ആഹ്വാനം ചെയ്ത ഒരു ക്യാമ്പയിന് തുരങ്കം വെച്ചവരല്ലേ? ഗവൺമെന്റ് നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെച്ചവരല്ലേ? നിങ്ങൾ എല്ലാവിധ ദുരന്ത മുഖത്ത് ഈ നാട് ഒറ്റക്കെട്ടായി നിലപാടെടുത്ത സമയങ്ങളിലെല്ലാം അവിടെ ഭിന്നിപ്പ് സൃഷ്ടിക്കുവാൻ വേണ്ടി ഇടപെട്ടവരാണ് നിങ്ങൾ. അവിടെ ഗവൺമെന്റ് നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുവാൻ നോക്കിയവരാണ് നിങ്ങൾ ഈ സമയത്ത് ഗവൺമെന്റിന്റെ വീഴ്ചകളെ തുറന്നു പറഞ്ഞ് നിങ്ങളെക്കാൾ സജീവമായി ഇപ്പോഴും DYFIയുടെ പ്രവർത്തകർ പ്രളയബാധിത പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ DYFIയുടെ വോളണ്ടിയർമാർ എല്ലാ വീടുകളിലും സഹായ ഹസ്തവുമായി എത്തിയിട്ടുണ്ട്. പ്രളയബാധിത പ്രദേശങ്ങളിൽ ഞങ്ങൾ ഭരണത്തിന്റെ നിറം നോക്കിയല്ല ഞങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത്. ഞങ്ങൾ ഈ സമയത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അർജുൻ ആയങ്കിയെ പോലെയുള്ളവരെ പിന്നെ എന്തിനു താങ്ങിക്കൊണ്ട് നടക്കുന്നു? അർജുൻ ആയങ്കിയെ പോലെയുള്ളവരെ താങ്ങിക്കൊണ്ട് നടക്കുന്നു എന്ന് താങ്കൾ വീണ്ടും CPIയുമായി എങ്ങനെ ബന്ധിപ്പിക്കുവാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ വ്യക്തമായി, അർജുൻ ആയങ്കിയൊന്നുമല്ല, ഞങ്ങൾ ക്രിമിനൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഇത്തരക്കാരെയെല്ലാം യഥാസമയം തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞത് എനിക്ക് കേട്ടിട്ട് എനിക്ക് ചിരി വന്നു. ഞാൻ സൂചിപ്പിച്ച സുഹൃത്തെ, ഒരു MLA നിയമസഭയിൽ കയറിയിരുന്നു. 17 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന് ശേഷം
നിയമസഭയിലിരുന്ന് BJPയുടെ പ്രതിനിധിയായി നിയമസഭാ നടപടികളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നയാളാണ് കുൽദീപ് സിംഗ്. അദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷ കിട്ടി, ജയിലിലായി. ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി, സുപ്രീം കോടതി റദ്ദാക്കിയ നടപടി സ്റ്റേ ചെയ്തു. നിലവിൽ അദ്ദേഹം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മന്ത്രിമാരാണ് 4 വയസ്സുകാരിയായ BJPയുടെ മന്ത്രിമാരാണ് 4 വയസ്സുകാരിയായ ആസിഫ ബാനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയപ്പോൾ ആ പിഞ്ചോമനയുടെ തല കല്ലിൽ അടിച്ച് തകർത്തതിന് അറസ്റ്റിലായ പ്രതികൾക്ക് വേണ്ടി ദേശീയ പതാകയും പൊക്കിപ്പിടിച്ചുകൊണ്ട് കാശ്മീരിന്റെ തെരുവോരങ്ങളിൽ പ്രകടനം നടത്തിയത് ക്രിമിനലുകളുടെ കൂടാരമാണ് നിങ്ങളുടെ പാർട്ടി. 5 എം പിമാർ കൊലപാതക കേസുകളിൽ പ്രതിയാണ്. ഇന്ന് ലോക്സഭയിലുള്ള 21 MP കൊലപാതക ശ്രമക്കേസുകളിൽ പ്രതിയാണ്. നിങ്ങൾ ആരോടാണ് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ നിങ്ങളുടെ മുഖ്യമന്ത്രി ആയിരുന്ന ആള് കൊലക്കേസ് പ്രതിയായിരുന്നു. നിങ്ങളുടെ മുഖ്യമന്ത്രി ആയിരുന്ന ആളുണ്ടല്ലോ, ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ ആളാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിനെ, ഞങ്ങളുടെ നേതാവിനെ കൊന്ന കേസിലെ പ്രതിയാണ്. മനസ്സിലായില്ലേ? പ്രതിയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ പ്രതിയാണോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസ് ആണെങ്കിൽ ആ വധക്കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയല്ലേ? കുറ്റവിമുക്തമാക്കിയ എത്ര കഥകൾ നിങ്ങൾക്ക് നേരെ പറയാനുണ്ട്? ഗുജറാത്തിൽ വംശഹത്യ നടത്തിയ കഥ നിങ്ങൾക്ക് ചേർന്നതല്ലേ? ഗുജറാത്തിൽ വംശഹത്യ നിങ്ങൾ നടത്തിയില്ലേ? ചുട്ടുകരിച്ചില്ലേ? ഗോത്രയിൽ നിങ്ങൾ ചുട്ടുകരിച്ചില്ലേ? നിങ്ങൾ മനുഷ്യരുടെ പച്ചമാംസം കരിയുന്ന ഗന്ധം ആസ്വദിച്ചവരല്ലേ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി? മനുഷ്യരുടെ പച്ചമാംസം കത്തിയെരിയുന്ന ഗന്ധം ആവോളം മൂക്കിൽ വലിച്ചു കയറ്റിയവരല്ലേ നിങ്ങൾ? നിങ്ങളുടെ രാഷ്ട്രീയത്തിന് നേരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടപെടരുത്. ഞാൻ വളരെ വ്യക്തമായി നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഇദ്ദേഹം സമയം തരണ്ടേ? ഇദ്ദേഹം സമയം തരുന്നില്ല. ഇദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ കേട്ടോണ്ടിരുന്ന ആളല്ലേ. ശ്രീകാന്ത് വരാം വളരെ പെട്ടെന്ന്, നമുക്ക് സമയപരിമിതി. ഞാൻ സൂചിപ്പിച്ചത് അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് അർജുൻ ആയങ്കിയുമായി എത്തുന്നല്ല ഒരു ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നവരെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല. ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലപാട് വ്യക്തമാക്കുമ്പോൾ അർജുൻ ആയങ്കിയെ ക്രൂശിക്കുന്നവർ ആ ക്രൂശിക്കുന്നവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ക്രിമിനൽ സ്വഭാവം ചെയ്ത് ഇന്നും കേരളീയ പൊതുസമൂഹത്തിൽ മാന്യന്മാരുടെ വേഷമണിഞ്ഞ് നടക്കുന്നുണ്ട്. ആ മാന്യന്മാരുടെ വേഷമണിഞ്ഞ് നടക്കുന്നവർക്കെതിരെ നടപടിയെടുത്തിട്ട് സംസാരിച്ചാൽ അവരുടെ നിലപാടിന് അല്പം വില കിട്ടും എന്ന് മാത്രമാണ് പറയുവാനുള്ളത്. സമയപരിമിതി ഉണ്ടായിട്ട് കെ ശ്രീകാന്ത്, ഇവിടെ ഇത്തരത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായി നടത്തുന്നു, യൂത്ത് കോൺഗ്രസ് നടത്തുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ സർക്കാർ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയപ്പോൾ കേന്ദ്രത്തിന് കൊടുത്ത കണക്ക് വിഷയം അതല്ല, പക്ഷേ പറഞ്ഞതുകൊണ്ട് പറയുകയാണ് ഒരു ശവസംസ്കാരം നടത്താൻ 75,000 രൂപ ചിലവ് വന്നു എന്ന് എഴുതി കൊടുത്ത എസ്റ്റിമേറ്റ് എന്താണ്? എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെലവഴിച്ച തുകയെ പറ്റി വ്യക്തമായ കണക്കുകൾ കേരളം സമർപ്പിച്ചതിന് ശേഷമാണ് പ്രളയ സമയത്ത് നിങ്ങൾ കൊടുത്ത 1 മണി അരിക്ക് കണക്ക് പറഞ്ഞവരാണ് ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റ്. പ്രളയ സമയത്ത് ഇവിടേക്ക് കൊടുത്തുവിട്ട 1 മണി അരിക്ക് കണക്ക് പറഞ്ഞവരാണ്. 1 മണി അരിക്ക് കണക്ക് പറഞ്ഞവരാണ് ഇപ്പോ ഇല്ലാത്ത കഥ പറയുന്നത്. 1 മണി അരിക്ക് നിങ്ങൾ ഇവിടെ പ്രളയ സമയത്ത് ദുരന്തത്തിന്റെ ഭാഗമായി ദുരിതബാധിതർക്ക് നൽകിയ അരിക്ക് ബില്ല് കൊടുത്തുവിട്ടവരാണ് കേന്ദ്ര ഗവൺമെന്റ്. കേരളത്തിലെ ജനത ഇത്രയും നിഷേധാത്മക സമീപനം സ്വീകരിച്ചവരാണ് നിങ്ങൾ. അഡ്വക്കേറ്റ് ശ്രീകാന്ത്, വളരെ പെട്ടെന്ന് അഡ്വക്കേറ്റ് ശ്യാം പറഞ്ഞതിനുള്ള മറുപടി. ഈ ദുരിതബാധിതരെ കാണാൻ വേണ്ടി പോയപ്പോ നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി ഓടിപ്പോയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വ്യക്തമായി നേരത്തെ അതിനുള്ള മറുപടി ഇല്ലല്ല. നിങ്ങള് വ്യക്തമായി പറഞ്ഞു. വിദേശയാത്ര നടത്തിയ പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ദുരന്തമുഖത്ത് അന്തസ്സായി പോയി നിന്ന് പ്രതിഷേധത്തിനും വിഷമങ്ങൾക്കും സങ്കടങ്ങൾക്കും ചെവി ഉണ്ടായിരുന്നു. 35 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഇവിടെ കേരളത്തില് വിശപ്പ് സൂചികയിൽ പക്ഷേ 105-ാം സ്ഥാനത്താണ് സാർ. അതുകൊണ്ട് ഓർക്കണം. ഒന്നും മിണ്ടാണ്ടിരിക്കുന്നേ, നിങ്ങൾ മാത്രം സംസാരിച്ചാൽ അല്പം അവിടെ അടങ്ങിയിരിക്കൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇവിടെ ഒരു മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൽ ദുരിതം അനുഭവിച്ചവരെ കാണാൻ വേണ്ടി പോകുമ്പോ അവരുടെ പ്രതിഷേധം കൊണ്ട് ഭയന്ന് കാറിൽ ഓടിപ്പോയ സാഹചര്യമുണ്ട്. അതേ സ്ഥലത്ത് ഞങ്ങളുടെ കേന്ദ്രമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവിടത്തെ അമ്മമാരെ ചേർത്ത് പിടിച്ച് പറഞ്ഞ വാക്കുകൾ, അവരെ ആശ്വസിപ്പിച്ച വാക്കുകൾ, അവർക്കൊപ്പം നിന്നിട്ടുള്ള ചേർന്ന് നിന്നിട്ടുള്ള കാഴ്ച നമ്മൾ മറന്നിട്ടില്ല. അതുകൊണ്ട് ദുരിതാശ്വാസ കാര്യത്തില് ആർക്കൊപ്പം എന്തു ചെയ്തു എന്നുള്ളതൊക്കെ
ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ പറഞ്ഞു തന്നെ ആവർത്തിച്ചതിനെ കൊണ്ട് കാര്യമില്ല. ഇപ്പൊ നമ്മുടെ ചർച്ച അർജുൻ ആയങ്കേരി എന്ന് പറയുന്ന അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർ വളർത്തിയ പാർട്ടി എന്നുള്ളതാണ്. വളർന്ന പാർട്ടി എന്നാണ് അർജുൻ പറഞ്ഞതെങ്കിൽ ഇവിടെ വളർന്ന പാർട്ടി മാത്രമല്ല, അത്തരം ക്രിമിനൽ ഗുണ്ടകളെ വളർത്തിയിട്ടുള്ള പാർട്ടിയാണ്. അവരെ വളർത്തുകയും അവരെ കൊണ്ട് പാർട്ടിയെ വളർത്തുകയും പാർട്ടിയുടെ സാമ്പത്തിക കാര്യങ്ങൾ നേടിയെടുക്കുകയും അധികാരത്തിൽ ഭീഷണിപ്പെടുത്തിയും അക്രമം നടത്തിയും എതിർ ശബ്ദത്തെ ഇല്ലാതാക്കി ഇവിടെ അധികാരത്തിൽ വരികയും അധികാരത്തിൽ തുടരുകയും ചെയ്യുന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ ചെയ്യാൻ ഒരു ആസൂത്രണം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം നടത്തുമ്പോൾ ചിലപ്പോ ചെറിയ കാര്യങ്ങളൊക്കെ നടന്നു വരും. പക്ഷെ അത് തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി പിന്നീട് അത്തരം ആൾക്കാരെ സംരക്ഷിക്കാൻ ഒരു ആസൂത്രണവും അതിന്റെ സാമ്പത്തിക സമാഹരണവും വിനിയോഗവും അജണ്ടയായിട്ട് എടുക്കുന്ന ഒരൊറ്റ പാർട്ടി അത് ഇനിയിപ്പോൾ നമ്മൾക്ക് അറിയേണ്ടത് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാത്തിനും പണപ്പിരിവ് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി ഇനിയും അർജുൻ ആയങ്കിയുടെ കേസ് നടത്താൻ പണപ്പിരിവ് നടത്തുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ലെന്നും തോക്കിൻ മുനയിൽ പേടിക്കേണ്ടെന്നും പെൻഷൻ വാങ്ങി ശിഷ്ടകാലം ജീവിക്കാൻ പോലീസ് ഓഫീസറെ അനുവദിക്കില്ലെന്നും വെല്ലുവിളിച്ച ആളാണ് അർജുൻ ആയങ്കി. അർജുൻ ആയങ്കി ഇപ്പോൾ എന്തായാലും പിടിയിലായിട്ടുണ്ട്. ഇനിയും ഏത് തരത്തിലുള്ള വെല്ലുവിളിയാണ് അദ്ദേഹം ജയിലിൽ കിടന്ന് നടത്തുന്നത് എന്ന് ഇനി നമുക്ക് കാണേണ്ടി വരും.